ഹായ്, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ജീരക കോഴി. ഇതിങ്ങനെ പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കർക്കിടകത്തിലൊക്കെ നമ്മൾ ഈ മരുന്ന് കഞ്ഞി കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശരീരത്തിന് ഭയങ്കര ഗുണം തരുന്ന ഒരു ചിക്കൻ്റെ ഒരു ഡിഷാണ്. നമുക്കിത് മട്ടൺ വെച്ചും ബീഫ് വെച്ചും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നത് കുരുമുളകും ജീരകവുമാണ്. അത് രണ്ടും നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ല സാധനമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും ഭയങ്കര റോ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡിഷുമാണ്, അന്ന് അതേസമയം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇതിങ്ങനെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. വലിയ പീസാക്കരുത്. നമ്മൾ ഈ ചില്ലി ചിക്കൻ കട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുഞ്ഞ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കിട്ടണം. 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, വേണമെങ്കിൽ ഒരു 1/2 സ്പൂണും കൂടെ കുരുമുളക് പൊടി ഇടാം. പിന്നെ ഞാൻ ഈ എടുത്ത് വച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ, അതായത് പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. ഭയങ്കര സ്മോളായിട്ട് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് തിരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എന്താ പറയുക, നമ്മൾ ചതച്ചെടുത്താൽ നമുക്കതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ ജീരകം കൂടെ ഇട്ട് ചതയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് കൂട്ടിത്തിരുമണം. നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിത് ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, മൂടി വയ്ക്കുകയാണേ. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിത് അടിപൊളി സ്മെല്ലല്ലേ, നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് വെന്തോ നോക്കാവേ. നല്ല ചൂടാണ്. വെന്തു, സൂപ്പർ. ഇനി ഇതിൻ്റെ അവസാനത്തെ കലാപരിപാടി നമുക്ക് ചെയ്യാം. അതിവിടെ ഇരുന്നോട്ടെ. ഇതിൻ്റെ ഒരു താളിക്കൽ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അല്ലെങ്കിൽ കാച്ചി ഒഴിക്കൽ എന്ന് പറഞ്ഞ പരിപാടി. അതിലോട്ട് നമുക്ക് പോവാം. പാൻ വെച്ചു, വെളിച്ചെണ്ണ വയ്ക്കണം. വറ്റൽമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിക്കിടാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. വേണമെങ്കിൽ നമുക്കിത് നെയ്യിൽ ചെയ്യാം കേട്ടോ. നെയ്യിൽ ചെയ്തത് കുറച്ചുകൂടെ ടേസ്റ്റിയുമാണ്, കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ ചെയ്യാം. ഈ ലാസ്റ്റുള്ള താളിക്കൽ അല്ലെങ്കിൽ മൂപ്പിച്ചെടുക്കൽ എന്ന് പറഞ്ഞ പരിപാടി. നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു നുള്ള് ഗരം മസാല, നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്യാം. മണമെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. നമുക്കൊരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ചേച്ചി? വായിൽ വെള്ളം വരുന്നു. ചൂടാണോ? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? അമ്മ ഒന്ന് നോക്കട്ടെ. സൂപ്പർ. ഇഷ്ടമായോ? പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ വെറുതെ തിന്നാനും ടച്ചിങ്സ് ആയിട്ട് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള അടിപൊളി ഡിഷസ് കാണാനും ഉണ്ടാക്കി നോക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ലയാസ് കിച്ചൻ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.